എല്ലാവർക്കും നമസ്കാരം. എന്താണ് കിർച്ചോഫിന്റെ നിയമം? ഗുസ്താഫ് കിർച്ചോഫ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഈ നിയമം കണ്ടുപിടിച്ചത്. അദ്ദേഹം രണ്ട് നിയമങ്ങൾ നിർദ്ദേശിച്ചു, അതായത് നിലവിലെ നിയമവും വോൾട്ടേജ് നിയമവും. ഈ നിയമങ്ങളെ യഥാക്രമം 1ഉം 2ഉം നിയമങ്ങൾ എന്ന് വിളിക്കാം. ഈ രണ്ട് നിയമങ്ങൾ കറന്റ്, വോൾട്ടേജ്, സീരീസ് പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ടുകൾ എന്നിവയുടെ സ്വഭാവത്തെ വിവരിക്കുന്നു. കോമ്പിനേഷൻ സർക്യൂട്ടുകളിലെ വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് തുടങ്ങിയ അജ്ഞാത അടിസ്ഥാന പാരാമീറ്ററുകൾ കണ്ടെത്താനും ഇത് ഉപയോഗിക്കുന്നു. കിർച്ചോഫിന്റെ കറന്റ് ലോവിനെക്കുറിച്ചോ കിർച്ചോഫിന്റെ ആദ്യ നിയമത്തെക്കുറിച്ചോ നമുക്ക് ചർച്ച ചെയ്യാം. കിർച്ചോഫിന്റെ കറന്റ് നിർവചിച്ചിരിക്കുന്നത് ഒരു സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു കൂടിച്ചേരുന്ന മൂലയിൽ എത്തിച്ചേരുന്ന കറന്റ് പുറത്തേക്ക് പോകുന്ന കറന്റിന് തുല്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു കൂടിച്ചേരുന്ന മൂലയിൽ ഇൻകമിംഗ് കറന്റ് തുകയ്ക്ക് തുല്യമാണ്. ഔട്ട്ഗോയിങ് കറന്റ്. ഈ ചിത്രത്തിൽ കറന്റ് 2 ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ കറന്റ് I2ഉം I3യും പുറത്തേക്ക് പോകുന്നു. നിങ്ങൾ രണ്ട് ഔട്ട്ഗോയിങ് വൈദ്യുതധാരകൾ സംഗ്രഹിക്കുമ്പോൾ I2, I3 എന്നിവ I1 കറന്റിനോട് തുല്യമായിരിക്കണം. കറന്റ് I1 10 ആംപ്സ് ആണെങ്കിൽ ഔട്ട്ഗോയിങ് കറന്റ് I1, I2 എന്നിവയുടെ ആകെ തുക I1ന് തുല്യമായിരിക്കണം. ഔട്ട്ഗോയിങ് കറന്റ് I2ഉം I3യും 5 ആംപിയർ അല്ലെങ്കിൽ 9 ആംപിയർ അല്ലെങ്കിൽ 8, 2 ആംപിയറുകൾ അല്ലെങ്കിൽ 4 ആംപിയറുകൾ ആയിരിക്കാം. അവതരിപ്പിക്കുന്ന റെസിസ്റ്റൻസിലെ ചലനങ്ങളുടെ ശൃംഖല ആശ്രയിച്ച് അത് 10 ആംപിയറുകൾക്ക് തുല്യമായിരിക്കണം. ഇല്ലെങ്കിൽ സർക്യൂട്ട് കിർച്ചോഫിന്റെ കറന്റ് ലോ പാലിക്കില്ല. അതിനാൽ സർക്യൂട്ട് തകരാറിലാകുന്നു. നമുക്ക് ഒരു ഉദാഹരണത്തിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങൾക്ക് ഒരു കുപ്പിയിൽ 1 ലിറ്റർ വെള്ളമുണ്ടെന്നും ആ 1 ലിറ്റർ വെള്ളത്തെ മറ്റ് 2 കുപ്പികളാക്കി തിരിച്ചിട്ടുണ്ടെന്നും കരുതുക. 2 പുതിയ കുപ്പികളിലേക്ക് ഒഴിച്ച വെള്ളത്തിന്റെ അളവ് അളക്കാൻ ശ്രമിക്കുമ്പോൾ അത് 1 ലിറ്ററോ അതിനടുത്തോ തുല്യമായിരിക്കണം. അത് ശരിയാണ്. ഇത് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ അളവ് തെറ്റായിരുന്നു, അല്ലെങ്കിൽ അത് കൈമാറുമ്പോൾ നിങ്ങൾ വെള്ളം പാഴാക്കിയേക്കാം. ചില സർക്യൂട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് 2ഓ അതിലധികമോ റെസിസ്റ്ററുകളുടെ ശാഖകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് എത്ര ബ്രാഞ്ചുകളുണ്ട് എന്നത് പ്രശ്നമല്ല. എല്ലാ ഔട്ട്ഗോയിങ് കറന്റും ഇൻകമിംഗ് കറന്റിന് തുല്യമായിരിക്കണം. ഒരു ജംഗ്ഷനിലെ കൂടുതൽ ശാഖകളുമായി നമുക്ക് ഇത് ചർച്ച ചെയ്യാം. നിലവിലെ I1, I2, I3 എന്നിവ ജംഗ്ഷനിലേക്ക് ഒഴുകുന്ന കറന്റുകളും I4, I5 എന്നീ കറന്റുകൾ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോ പുറത്തേക്ക് ഒഴുകുന്നതോ ആയ കറന്റാണ്. നിലവിലെ നിയമമനുസരിച്ച് ഇൻകമിംഗ് കറന്റുകളുടെ ആകെത്തുക I1, I2, I3 എന്നിവ ഏത് ജംഗ്ഷനിലേക്കുമുള്ള ഔട്ട്ഗോയിങ് കറന്റുകളായ I4, I5 തുകയ്ക്ക് തുല്യമാണ്. ഇൻകമിംഗ് കറന്റുകൾക്ക് പ്ലസ് ചിഹ്നവും ഔട്ട്ഗോയിങ് കറന്റുകൾക്ക് മൈനസ് ചിഹ്നവും ഇടുക. നമുക്ക് എഴുതാം: I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5 0. അവസാനം നമുക്ക് കിട്ടുന്നു I1 പ്ലസ് I2 പ്ലസ് I3 I4 പ്ലസ് I5. കിർച്ചോഫിന്റെ കറന്റ് ലോ അനുസരിച്ച് ഏത് ജംഗ്ഷനിലും ശേഷിക്കുന്ന കറന്റ് 0ആണ്. ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്ന നിലവിലെ I1 കറന്റ് 10 ആംപിയർ ആണെന്നും I2, I3 ജംഗ്ഷനുകളിൽ നിന്ന് പുറപ്പെടുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന വൈദ്യുതധാരകൾ യഥാക്രമം 4, 6 ആംപിയർ ആണെന്നും നമുക്ക് അനുമാനിക്കാം. അതിനാൽ കറന്റ് ലോ അനുസരിച്ച് ഏത് ജംഗ്ഷനിലും ഇൻകമിംഗ് കറന്റ് ഔട്ട്ഗോയിങ് കറന്റിന് തുല്യമാണ്. ഇൻകമിംഗ് കറന്റ് 10 ആണ്. ഔട്ട്ഗോയിങ് കറന്റ് 4, 6 എന്നിവയാണ്. 10 4 പ്ലസ് 6. അങ്ങനെ നമുക്ക് കിട്ടും 10 10. ബീജഗണിത രൂപത്തിൽ ലളിതമാക്കുന്നത് 0ന് തുല്യമായ 10 മൈനസ് 10 ആയി മാറുന്നു. ഏത് ജംഗ്ഷനിലെയും എല്ലാ വൈദ്യുതധാരകളുടെയും ബീജഗണിത തുക 0ന് തുല്യമാണെന്ന് നമുക്ക് പറയാം. വൈദ്യുത സർക്യൂട്ടിന് നിലവിലെ നിയമം ബാധകമാക്കുകയും പരിശോധിക്കുകയും ചെയ്യാം. കോമ്പിനേഷൻ സർക്യൂട്ടുകൾ അല്ലെങ്കിൽ സീരീസ് പാരലൽ സർക്യൂട്ടുകൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഒരു സീരീസ് സർക്യൂട്ടിലാണെന്ന് ഓർക്കണം. കറന്റ് സ്ഥിരമായി തുടരും, എന്നാൽ റെസിസ്റ്ററുകളിലെ വോൾട്ടേജ്, റെസിസ്റ്റൻസ് മൂല്യങ്ങളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. സമാന്തര സർക്യൂട്ടുകളിൽ വോൾട്ടേജ് സ്ഥിരമായി തുടരുമ്പോൾ എല്ലാ ബ്രാഞ്ചിലൂടെയുമുള്ള കറന്റ്, റെസിസ്റ്റൻസ് മൂല്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. നമുക്ക് റെസിസ്റ്റർ R1, R2 എന്നിവയുടെ 2 ശാഖകൾ യഥാക്രമം 6 ഓംസ്, 4 ഓംസ് എന്നിങ്ങനെ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു 12 വോൾട്ട് ബാറ്ററിയിലേക്കോ DC ഉറവിടത്തിലേക്കോ ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ I1, I2 കറന്റുകൾ R1, R2 എന്നീ റെസിസ്റ്ററുകളിലൂടെ ഒഴുകുന്നു. I V/R ഉപയോഗിച്ച് നിലവിലെ കറന്റ് I1, I2 എന്നിവ V/R1 വഴി I1 കണ്ടെത്താനാകും. കൂടാതെ I2 V/R2 × I1 12/6 2 ആംപ്സ്, I2 12/4 3 ആംപ്സ് എന്നിവയിലൂടെ കണ്ടെത്താനാകും. നമുക്ക് I1, I2 2, 3 ആംപ്സ് ആയി യഥാക്രമം ലഭിക്കും.
മൊത്തം കറന്റ് 5 ആംപ്സ് ആണ്. അപ്പോൾ ജംഗ്ഷൻ J1-ൽ ഇൻകമിംഗ് കറന്റ് 5 ആമ്പുകളുടെ ആകെത്തുക ഔട്ട്ഗോയിംഗ് കറന്റ് 2, 3 എന്നിവയുടെ ആകെത്തുകയ്ക്ക് തുല്യമാണ്. ജംഗ്ഷൻ J2-ൽ അതേ രീതിയിൽ ഇൻകമിംഗ് കറന്റുകളുടെ 2, 3 ആമ്പുകളുടെ ആകെത്തുക ഔട്ട്ഗോയിംഗ് കറന്റിന്റെ ആകെത്തുകയ്ക്ക് തുല്യമാണ്, അതായത് 5 ആമ്പുകൾ. അതിനാൽ കിർച്ചോഫിന്റെ നിയമം സ്ഥിരീകരിക്കപ്പെടുന്നു. ഇത് പ്രായോഗികമായി പരിശോധിക്കുന്നതിന് 2 അമ്മീറ്റർ A1, A2 എന്നിവയെ യഥാക്രമം R1, R2 എന്നീ റെസിസ്റ്ററുകളുടെ സീരീസുമായി ബന്ധിപ്പിക്കുക. യഥാക്രമം 2, 3 ആംപ്സ് കറന്റ് വഹിക്കാൻ പര്യാപ്തമാണ്. ജംഗ്ഷൻ J1 മുൻപും ജംഗ്ഷൻ J2 ശേഷവും 5 ആംപ്സ് അളക്കാൻ പര്യാപ്തമായ 2 അമ്മീറ്ററുകൾ കൂടിയുണ്ട്. ഇപ്പോൾ അതേ സർക്യൂട്ടിലേക്ക് J1, J2 എന്നീ ജംഗ്ഷനുകൾക്കിടയിൽ 3 ഓംസുള്ള ഒരു റെസിസ്റ്റർ R3 കൂടി ചേർക്കുക. അതിനാൽ R3-ൽ ഒഴുകുന്ന I3 ആയി മറ്റൊരു കറന്റ് നിലവിലുണ്ടാകും. വീണ്ടും ഓംസ് ലോ അനുസരിച്ച് I1, I2, I3യുടെ മൂല്യങ്ങൾ കണക്കാക്കുക. I V/R. I1 V/R1 12/6 2 ആമ്പിയറുകൾ. I2 V/R2 12/4 3 ആംപ്സ്. I3 V/R3 12/3 4 ആംപ്സ്. അപ്പോൾ കണക്കുകൂട്ടലുകളെ അടിസ്ഥാനമാക്കി ജംഗ്ഷൻ J1-ൽ പ്രവേശിക്കുകയും ജംഗ്ഷൻ J2-ൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്ന മൊത്തം കറന്റ് 9 ആമ്പിയറുകളാണ്. അതായത് I1, I2, I3 എന്നിവ ചേർത്ത് നമുക്ക് കണക്കാക്കാം. പ്രായോഗിക ഭാഗത്തിനായി J1, J2 എന്നീ ജംഗ്ഷനുകൾക്കിടയിൽ ഒരു സീരീസ് ബന്ധിപ്പിച്ച അമ്മീറ്റർ A3 ഉപയോഗിച്ച് ഒരു റെസിസ്റ്റൻസ് R3 ബന്ധിപ്പിക്കുക. ഓരോ ലെവലിലും കറന്റ് കൊണ്ടുപോകാൻ പര്യാപ്തമായ എല്ലാ അമ്മീറ്ററുകളും മുൻപത്തേതിനേക്കാൾ ഉയർന്നതാക്കി മാറ്റുക. സ്വിച്ച് അടച്ച് സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. എല്ലാ അമ്മീറ്റർ റീഡിംഗുകളും ശ്രദ്ധിക്കുകയും ജംഗ്ഷനിലേക്ക് മുൻപും ശേഷവും അമ്മീറ്റർ റീഡിംഗുകൾ 9 ആമ്പിയറുകളാണെന്നും A1, A2, A3 അമ്മീറ്റർ റീഡിംഗുകൾ യഥാക്രമം 2, 3, 4 ആമ്പിയറുകളാണെന്നും പരിശോധിക്കുക. നിങ്ങൾക്ക് സമാന്തരമായി എത്ര ശാഖകൾ വേണമെങ്കിലും ചേർക്കാം. എന്നാൽ അത് കിർച്ചോഫിന്റെ നിലവിലെ നിയമമനുസരിച്ചായിരിക്കണം. ഇല്ലെങ്കിൽ സർക്യൂട്ട് സമാന്തരമാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനുകളിൽ തെറ്റുകൾ സംഭവിച്ചിരിക്കാം. കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.